ഹായ്. ഇത് നമ്മൾ ലിമിറ്റിംഗ് ബിലീഫ്സിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. സോ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്താന്ന് വെച്ചാല് നമ്മളുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ ശരിക്കുള്ള കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാതെ റെസ്ട്രിക്ട് ചെയ്ത് വെക്കുന്ന നമ്മുടെ ചില ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ ചില കാഴ്ചപ്പാടുകൾ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്നെ കൊള്ളില്ല, എനിക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല, പൈസ സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള ബിലീഫ്സിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയുന്നത്. ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് നമ്മുടെ കുട്ടിക്കാലത്തിൽ നിന്ന്, അതുപോലെ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ്, മുന്നത്തെ അനുഭവങ്ങളിൽ നിന്നും ഒക്കെയാണ് നമുക്ക് ഇങ്ങനത്തെ ബിലീഫ്സ് നമ്മുടെ മനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നത്. ഇത് നമ്മളെ പറ്റിയുള്ളത് തന്നെ ആവാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിയാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിനെ പറ്റിയുള്ളതാവാം. സോ അങ്ങനെ പല രീതിയിൽ നമുക്ക് ലിമിറ്റിംഗ് ബിലീഫ്സ് വരാം. സോ ഇതെങ്ങനെയാണ് നമ്മളെ അഫക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പോ നമ്മുടെ കരിയറിൽ നമ്മൾ വിചാരിക്കുകയാണ് എനിക്ക് എന്താ പറയുക, ഞാൻ പ്രൊമോഷൻ ഒന്നും എനിക്ക് കിട്ടില്ല, കാരണം എനിക്ക് അതിനുള്ള മിടുക്കില്ല, എന്നെ അതിന് കൊള്ളില്ല, സ്കിൽസ് ഇല്ല, അങ്ങനെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ പൊസിഷനിൽ തന്നെ വർഷങ്ങളോളം സ്റ്റക്ക് ആയിട്ടിരിക്കും. അതുപോലെ ഹെൽത്തിന്റെ കേസിൽ നമ്മൾ വിശ്വസിക്കുകയാണ്, ഇപ്പോൾ സപ്പോസ് നമ്മൾ വെയിറ്റ് ലോസ് ആണ് ശ്രമിക്കുന്നത്, എന്നെ കൊണ്ട് വെയിറ്റ് ലോസ് പറ്റത്തില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഫിറ്റ്നസ് നമുക്ക് കിട്ടത്തില്ല. ഇനി റിലേഷൻഷിപ്സിലാണെങ്കിൽ എന്നെ ആർക്കും ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല, ഞാൻ സ്നേഹം അർഹിക്കുന്നില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ നമ്മളെ അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യുന്ന പാർട്ട്നേഴ്സ് വരും. ഇതിന് ലൈക്ക് പല പല മാനങ്ങളുണ്ട്. എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പം നമുക്ക് കുറച്ച് വണ്ണം ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് എനിക്ക് വണ്ണം ഉള്ളതുകൊണ്ട് എന്നെ ഒരാൾക്ക് എന്റെ പാർട്ട്ണറിനെ ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല. കൃത്യമായിട്ട് നമ്മുടെ ലൈഫിൽ വരുന്നത് നമ്മളെ ബോഡി ഷെയിം ചെയ്യുന്ന ഒരു പാർട്ട്ണറോ ഇൻലോസോ അങ്ങനത്തെ വ്യക്തികളോ ഒക്കെ ആയിരിക്കും നമ്മുടെ ലൈഫിലേക്ക് വരിക. സോ എന്താണോ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്, അതനുസരിച്ചുള്ള അതിനെ ശരിയെന്ന് വെക്കുന്ന തരത്തിലുള്ള ആളുകളായിരിക്കും നമ്മുടെ ലൈഫിലും വരിക. ഇനി പൈസയുടെ കേസിലാണെങ്കിൽ എനിക്ക് ഒരിക്കലും വെൽത്തി ആവാൻ പറ്റില്ല, സമ്പാദിക്കാൻ പറ്റില്ല, എനിക്കുള്ള കഴിവില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ അങ്ങനെ സ്റ്റക്ക് ആയിട്ട് തന്നെ ഇരിക്കും. സോ ഇത് മാനിഫെസ്റ്റേഷന്റെ കേസിലും അത് ട്രൂ ആണ്. നമ്മൾ എന്താണോ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ് അത് തന്നെയായിരിക്കും നമ്മുടെ റിയാലിറ്റി. ഇത് മാനിഫെസ്റ്റേഷന്റെ കേസിലും പറയാം, അല്ലാതെ സയന്റിഫിക് ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ ഒരു പാർട്ടാണ് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. സോ ഈ ഒരു RIS എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ, നമ്മുടെ ചിന്തകൾ ബേസ് ചെയ്ത്, നമ്മുടെ ബിലീഫ്സ് ബേസ് ചെയ്ത് ഇൻഫർമേഷൻസിനെ ഫിൽട്ടർ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. സോ ഇപ്പൊ നമ്മൾ വിശ്വസിക്കുകയാണ് എന്നെ കൊള്ളില്ല എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ബ്രെയിൻ അത് പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് ഫിൽട്ടർ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതന്നുകൊണ്ടേയിരിക്കും. അപ്പോ അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങും, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഇത് പൊട്ടും പൊട്ടും എനിക്ക് സംശയം, അങ്ങനെ ഒരു സംശയത്തോടു കൂടി അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ അത് തുടങ്ങുവാണെന്നുണ്ടെങ്കിൽ ഫെയിൽ ആവാനുള്ള എല്ലാ വഴികളും നമ്മുടെ ബ്രെയിൻ തന്നെ നമുക്ക് ശരിയാക്കി തരും. പിന്നെ ഈ പറഞ്ഞ ബിലീഫ്സിനെ നമുക്ക് റീവയർ ചെയ്ത് മാറ്റാൻ പറ്റും. അതിന് നമുക്ക് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന കാര്യം ഉപയോഗിച്ച് നമുക്ക് ഈ ബിലീഫ്സിനെ എല്ലാം മാറ്റിയെടുക്കാൻ പറ്റും ത്രൂ വിഷ്വലൈസേഷൻ. അതിലേക്ക് നമുക്ക് വരാം. സോ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ നമ്മുടെ ലൈഫിൽ ഏതൊക്കെ ഏരിയാസിലാണ് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ പ്രോബ്ലംസ് അനുഭവിക്കുന്നത്, ഹെൽത്തിലാവാം, നമ്മുടെ പൈസയുടെ കാര്യത്തിലാവാം, റിലേഷൻഷിപ്പിലാവാം, കരിയറിലാവാം. സോ ഏതൊക്കെ ഏരിയയിലാണെന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പ്രശ്നങ്ങളുള്ള, അതിനുശേഷം അവിടെ എന്തുകൊണ്ട് നമുക്ക് അതിൽ ഉയരാൻ പറ്റുന്നില്ല. അപ്പൊ റിലേഷൻഷിപ്പിൽ നമ്മുടെ പാർട്ട്ണർ നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല, ദാറ്റ് മീൻസ് നമ്മളൊരു നല്ല ട്രീറ്റ്മെന്റ് അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ വില കുറച്ച് കാണുക, എനിക്ക് ഇതേ വിധിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്താലും കുഴപ്പമില്ല എന്നൊക്കെ ഉള്ളൊരു ലിമിറ്റിംഗ് ബിലീഫ് ആയിരിക്കും. കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകാത്ത, എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ല, എനിക്ക് സ്മാർട്ട്നെസ് ഇല്ല, എനിക്ക് ഇന്റലിജൻസ് ഇല്ല, അങ്ങനെയുള്ള വിശ്വാസങ്ങളായിരിക്കും. ഇനി ഫിനാൻഷ്യൽ റിലേറ്റഡ് ആണെങ്കിൽ പൈസ സമ്പാദിക്കാൻ ഭയങ്കര പാടാണ്, എനിക്ക് അതിനുള്ള അറിവില്ല, അതൊക്കെ എന്തെങ്കിലും കാത്തരം കാണിച്ചാലേ ബിസിനസ്സിൽ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ, അത് വലിയ പിടിപാട് വേണം, അങ്ങനെയൊക്കെയുള്ള ലൈക്ക് ബിലീഫ്സ്. ഇനിയിപ്പോ ഹെൽത്തിന്റെ കേസിലാണെങ്കിൽ ഇതുപോലെ തന്നെ എന്റെ ശരീരം ആരോഗ്യം ഇല്ലാത്തതാണ്, ഞാൻ ഭയങ്കര വീക്കാണ്, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ. സോ നമ്മൾ നമ്മളോട് തന്നെ ചിലപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ പേരൻസ് നമ്മളോട് പറഞ്ഞതായിരിക്കാം, ടീച്ചേഴ്സ് പറഞ്ഞതായിരിക്കാം, ഫ്രണ്ട്സ് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ വഴി കൂടെ പോയവരൊക്കെ പറഞ്ഞതായിരിക്കാം. ഇതെല്ലാം എടുത്ത് നമ്മൾ നമ്മുടെ തലയിൽ വെച്ച് നിന്നെ കൊള്ളില്ല, നീ മണ്ടിയാ പൊട്ടിയ, അല്ലെങ്കിൽ നിനക്ക് സൗന്ദര്യം ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ് നമ്മുടെ തലയിൽ കയറിയതുമാവാം. നമ്മൾ തന്നെ പല കാര്യത്തിലും, ഇപ്പൊ നമ്മൾ ഒരു തവണ ഒരു എക്സാമിന് തോറ്റു, അപ്പൊ തന്നെ നമ്മൾ തീരുമാനിക്കുക ഞാൻ മണ്ടിയായതുകൊണ്ടാണ് എന്നുള്ള. സോ നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടും മറ്റുള്ളവർ പറഞ്ഞതൊക്കെ കേട്ടിട്ടാണ് നമ്മുടെ തലയിലേക്ക് വന്നത്. സോ എന്ത് സ്റ്റോറീസ് ആണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് എവിടെ നിന്നാണ് വന്നത്? ഈ 3 കാര്യങ്ങൾ ചിന്തിച്ചു നോക്കുക. സോ ഈ ലിമിറ്റിംഗ് ബിലീഫ്സിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് അവയർനെസ് ആണ്. ഇത് ഏതൊക്കെ ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ് നിങ്ങൾക്കുള്ളത്, അതിന്റെ റൂട്ട് കോസ് എന്താണ്, അത് എവിടെ നിന്നാണ് വന്നത്, ആര് പറഞ്ഞാണ് വന്നത്, നമുക്ക് ആ വിശ്വാസം നമ്മുടെ തലയിൽ എങ്ങനെ സ്ട്രോങ് ആയി എന്നുള്ളത്. അതിനുശേഷം ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ പറഞ്ഞ സത്യമാണോ? ഒരാൾ നിങ്ങളെ കാണാൻ ഭംഗിയില്ല എന്നൊരാൾ പറഞ്ഞു, അത് സത്യമാണോ? പലപ്പോഴും നമ്മളോട് ഒരു 10ൽ 9 പേര് നമ്മളെ കാണാൻ സുന്ദരിയാന്ന് പറഞ്ഞു, ഒരാള് പറഞ്ഞു നിന്റെ മൂക്ക് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഈ ബാക്കി 9 പേര് പറഞ്ഞതും ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ ഈ ഒരൊറ്റ കാര്യത്തെ മൂക്ക് പക്ഷെ കൊള്ളത്തില്ല എന്നുള്ളതിൽ പിടിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. സോ അതുകൊണ്ട്
ഈ പറഞ്ഞ നമ്മൾ വിശ്വസിക്കുന്നു നമ്മളെ കൊള്ളില്ല എന്ന്. ചിലപ്പോൾ ഒരുപാട് കഴിവുകൾ നമുക്ക് ഉണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ പേരൻസ് ഉദ്ദേശിച്ച ഒരു കഴിവായിരിക്കും നമുക്ക്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഉദ്ദേശിച്ച ഒരു കഴിവ് നമുക്കില്ലാന്ന് വെച്ച് നമുക്ക് ഒരു കഴിവും ഇല്ല എന്ന് നമ്മൾ ചിലപ്പോൾ അങ്ങ് ജനറലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് സത്യമാണോ എന്ന് നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക. ആ സത്യമല്ല എന്ന് തോന്നാനുള്ള, അപ്പൊ നിങ്ങൾ എന്നെ ആർക്കും ഇഷ്ടപ്പെടാൻ പറ്റില്ല, എന്നെ ശരിക്കും ഞാനായിട്ട് തന്നെ ഇഷ്ടപ്പെടുന്ന ആരൊക്കെ ഉണ്ട് എന്നൊരു കൗണ്ട് എടുത്ത് നോക്കുക. അല്ലെങ്കിൽ എന്നെ കൊള്ളത്തില്ല എന്ന് വെക്കുക, എന്നെ കൊള്ളാമെന്ന് തോന്നിക്കുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെ ഉണ്ടായിരുന്നു ലൈഫിൽ, ഞാൻ പ്രൂവ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ വീക്കാണ് എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ സ്ട്രോങ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ലൈഫിൽ എപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എവിഡൻസുകൾ നമ്മൾ കളക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഈ ലിമിറ്റിംഗ് ബിലീഫിനെ ഒരു എംപവറിംഗ് ബിലീഫായിട്ട്, ഒരു ഡിസ്എംപവറിംഗ് ബിലീഫിനെ എംപവറിംഗ് ബിലീഫായിട്ട് മാറ്റുക. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് പറ്റത്തില്ല, എനിക്ക് പേടിയാ എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുന്നതിന് പകരം എനിക്കത് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു എംപവറിംഗ് ആയിട്ടുള്ള ഒരു ബിലീഫായിട്ട് എടുക്കാം. അതുപോലെ ഇങ്ങനെ ജസ്റ്റ് ചുമ്മാ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, അതിന് വേണ്ടിയിട്ട് സം ആക്ഷൻസ് ഓൾസോ എടുക്കുക. ഇപ്പൊ നമുക്ക് അറിയാത്ത ഒരു സ്കില്ലാണെങ്കിൽ അത് പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. ഇപ്പോ എന്താ പറയാ, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ ഉള്ളിലുള്ള പല കഴിവുകളും നമ്മൾ അറിയാണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ആ ഒരു സ്കില്ലിനെ ഉണർത്തിയെടുക്കുക, ഇല്ലാത്തൊരു കാര്യം പഠിച്ചെടുക്കുക, മാറ്റം വരുത്താൻ പറ്റുന്നതിനെ മാറ്റിയെടുക്കുക. അല്ലാതെ പ്രൂവ് ചെയ്യാനുള്ള എക്സാമ്പിൾസ് കിട്ടുന്ന സിറ്റുവേഷൻ, ഇപ്പൊ നമ്മളെ സ്നേഹമില്ല എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുത്ത് നോക്കുക, അതുപോലെ നമ്മൾ ആരൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നോക്കുക. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ നമ്മൾ എടുത്തു നോക്കുക. ഞാൻ എന്തെങ്കിലുമൊക്കെ മാറ്റി നോക്കിയാൽ എന്നെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ, എന്നുവെച്ചാൽ നമ്മൾ നമ്മുടെ ക്യാരക്ടർ മാറ്റണം എന്നല്ല, ബട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ. സോ അതുപോലെ തന്നെ നമുക്ക് അഫർമേഷൻസും വിഷ്വലൈസേഷനും ഉപയോഗിച്ച് നമുക്ക് ഇത്തരം കാര്യങ്ങൾ മാറ്റാം. അപ്പം നമ്മൾ പബ്ലിക് സ്പീക്കിങ്ങിന് കൊള്ളില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്നെ കൊണ്ട് ഇത് പറ്റും, ഞാൻ സ്റ്റേജിൽ കയറുന്ന സംസാരിക്കും കോൺഫിഡന്റ് ആയിട്ട്, അങ്ങനെ കണ്ണടച്ച് നമുക്ക് അഫർമേഷൻസ് പറയാം. അറ്റ് ദ സെയിം ടൈം നമുക്ക് വിഷ്വലൈസും ചെയ്യാം. നമ്മൾ സ്റ്റേജിൽ കയറി നിൽക്കുന്നു, സംസാരിക്കുന്നു, എല്ലാവരും കൈ അടിക്കുന്നു, നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്നു. അപ്പൊ അങ്ങനെ ചെയ്യാം. ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾക്ക് ഡ്രൈവിംഗ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആ കാറിന്റെ സീറ്റിൽ ഇരിക്കുന്നു, വണ്ടി ഓടിക്കുന്നു കോൺഫിഡന്റ് ആയിട്ട്, അങ്ങനെ അത് വിഷ്വലൈസ് ചെയ്യാം. അങ്ങനെ കുറച്ച് നാൾ വിഷ്വലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് സത്യമാണ്, ശരിയാണെന്ന് വിശ്വസിക്കും. അങ്ങനെ നമ്മുടെ ബ്രെയിനെ പറ്റിച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതാണ് അഫർമേഷൻസിന്റെ വിഷ്വലൈസേഷന്റെ ഒരു പവർ. ഈവൻ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നിയാൽ നമുക്ക് ബ്രെയിനിൽ നമുക്ക് പറയാം, എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പറ്റും, ഞാൻ സ്നേഹം അർഹിക്കുന്ന ഒരാളാണ്, ഞാൻ എല്ലാവരെയും വളരെ നന്നായിട്ട് സ്നേഹിക്കുന്ന ആൾ, അതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ചു കിട്ടും. അങ്ങനെ എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, ഞാൻ വളരെ എന്താ പറയാ, വളരെ കൈൻഡ് കമ്പാഷനേറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടും, ഞാൻ ഇന്നസെന്റ് ആണ് എന്നൊക്കെ നമുക്ക് പറയാം. അതേപോലെ നമുക്ക് ചിന്തിക്കാം, നമ്മുടെ അടുത്തേക്ക് ആളുകൾ വരുന്നു, ഈവൻ നമ്മുടെ പാർട്ട്ണർ പോലും വളരെ സ്നേഹമായിട്ട് നമ്മളോട് സംസാരിക്കുന്നു, ഇടപെടുന്നു, സോറി പറയുന്നു, നമ്മൾ അങ്ങനെ നമുക്ക് വാട്ട് എവർ വി നീഡ് അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അത് നമ്മുടെ ബ്രെയിൻ ഒരു പോയിന്റ് കഴിഞ്ഞ് വിശ്വസിക്കാൻ തുടങ്ങും, അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ആവും. ആഫ്റ്റർ ദാറ്റ് അതൊരു മാനിഫെസ്റ്റേഷൻ ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, സോ ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ചില എക്സാമ്പിൾസും കൂടെ ഇവിടെ പറയാം. ഇപ്പോൾ ധീരുഭായ് അംബാനി, ആള് ഒരു പെട്രോൾ പമ്പ് അറ്റൻഡന്റ് ആയിരുന്നു. സോ അവിടെ നാളെ ഒരു ബിസിനസ് ടൈപ്പ് ഉണ്ടായി. സോ എനിക്ക് ഇത്രേ കഴിവേ ഉള്ളൂ, പമ്പിൽ പെട്രോൾ അടിക്കാനുള്ള കഴിവേ ഉള്ളൂ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ആളിന്ന് വളരത്തില്ലായിരുന്നു. അതുപോലെ ഷാറുഖ് ഖാൻ ഒരു കണക്ഷൻസ് ഇല്ലാതെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും വിചാരിക്കും, അതിന് മുന്നേയുള്ള പലരും വിചാരിക്കും കണക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് വിചാരിക്കും, അല്ലെ? പക്ഷെ എല്ലായിടത്തും എക്സെപ്ഷൻസ് ആയിട്ട് വരുന്ന ആരാണ്? അവരുടെ ലിമിറ്റിംഗ് ബിലീഫ്സിനെ ഓവർകം ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ അമിതാഭ് ബച്ചൻ ആണെങ്കിലും അദ്ദേഹത്തിന്റെ സൗണ്ട് റിജക്ട് ചെയ്തതാണ് റേഡിയോയില്, ഭയങ്കര ഹാഷ് സൗണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ അതൊരു ഐക്കോണിക് സൗണ്ട് ആണ്. സോ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അത് ശരിയാണെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന പലപ്പോഴും നമ്മുടെ ലൈഫാണ്, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നഷ്ടപ്പെടുന്നത്, നമ്മുടെ ലൈഫാണ് സഫർ ചെയ്യുന്നത്, നമ്മളാണ് സക്സസ് കിട്ടാതായി പോകുന്നത്. സോ അതുകൊണ്ട് പലതും നമ്മളൊന്ന് റീതിങ്ക് ചെയ്ത് നോക്കാം. അതുപോലെ ജെ.കെ. റൗളിംഗ് ഒരുപാട് തവണ അവരുടെ വർക്ക് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് റിജക്ട് ആയിട്ടുണ്ട്. ഫൈനലി അവർ എത്ര വർഷത്തിന് ശേഷമാണ് അത് പബ്ലിഷ് ചെയ്തത്. സോ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ ആക്ഷൻസ് എടുക്കാതെ അതിനെ ഇതിന് കൊള്ളില്ലാന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ ഒരിക്കലും സക്സസ്ഫുൾ ആവില്ലായിരുന്നു. സോ ഈ ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം, നമ്മുടെ കുറവുകളെയും കൂടി നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. മറ്റുള്ളവർ പറയുന്നത് മേ ബി നമുക്ക് കറക്ഷൻസും കൂടി മറ്റുള്ളവരുടെ വായിന്ന് കിട്ടും. അപ്പൊ അത് കറക്ഷൻസ് പറയുമ്പോൾ എന്നെ കൊള്ളില്ല എന്ന് എടുക്കാതെ കറക്ഷൻസിന് വർക്ക് ചെയ്യുക. ഒരാൾ ഇന്ന കാര്യം കൊള്ളില്ല എന്ന് പറയുമ്പോൾ ശരിയാണോ അല്ലയോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, സെക്കൻഡ് ഒപ്പീനിയൻസ് എടുത്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മാറണം എന്ന് തോന്നുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണം തോന്നുവാണെങ്കിൽ സ്റ്റിൽ ഡു ഇറ്റ്. പക്ഷേ ഡോണ്ട് ലൂസ് ഹോപ്പ്. പിന്നെ സെൽഫ് അവയർനെസ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് കഴിവില്ലാത്തൊരു കാര്യത്തിൽ നിങ്ങൾ സൂപ്പർ ആണെന്ന് വിശ്വസിച്ചിട്ട് കാര്യമില്ല. സോ റിയലി, പക്ഷെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതിന് മുന്നേ റിയലി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്ര എനിക്ക് പറയുള്ളൂ. ഓക്കെ, സോ ഇനി പറയാനുള്ളത് അഫർമേഷൻസിനെ പറ്റിയാണ്. അപ്പൊ ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് എങ്ങനെ മാറ്റാം
എന്ന് നോക്കിയാൽ അഫർമേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചില സെന്റൻസസ് ആണ്. അത് നമ്മൾ ഈ നെഗറ്റീവ് തോട്ട്സ്, സെൽഫ് ഡൗട്ട്, ലിമിറ്റിംഗ് ബിലീഫ്സ് എല്ലാം ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈവൻ മാനിഫെസ്റ്റേഷനിൽ പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ സെന്റൻസസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യും, റീപ്രോഗ്രാംഡ് ആവും. അതുപോലെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ആയിട്ട് വരും, നമ്മുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യും. അതുപോലെ നമ്മുടെ സക്സസ് ഇൻ ലവ്, ഹാപ്പിനെസ് എല്ലാ കാര്യത്തിലും നമ്മൾ അലൈൻഡ് ആവുകയും ചെയ്യും ഈ ഒരു കാര്യം റെഗുലർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ. ഞാനാണെങ്കിൽ എന്റെ അഫർമേഷൻസ് ഇതേപോലെ ചെറിയ ചെറിയ കാർഡ്സ് ആക്കി ഇങ്ങനെ വെക്കും. ആൻഡ് എവറി ഡേ ഐ റീഡ് ഇറ്റ്. എപ്പോഴെങ്കിലും കോൺഫിഡൻസ് കുറയുമ്പോഴോ എന്തെങ്കിലും ഒരു പ്രശ്നം ലൈഫിൽ വരുമ്പോഴോ ഞാൻ ഓരോ പ്രശ്നങ്ങൾ ബേസ് ചെയ്ത് എന്റെ ലൈഫിൽ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ബേസ് ചെയ്താണ് ഞാൻ ഈ അഫർമേഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, ഇപ്പോ ഐ എം നോട്ട് ഗുഡ് ഇനഫ്, എന്നെ കൊള്ളത്തില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് എങ്കിൽ ഞാൻ മോർ ദാൻ ഇനഫ് ആണ്, ഞാൻ കംപ്ലീറ്റ് ആണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുക നമ്മളെ തന്നെ. അല്ലെങ്കിൽ നമ്മൾ സക്സസ്, ഹാപ്പിനെസ്, ലവ് ഇതൊന്നും അർഹിക്കുന്നില്ല എന്ന് തോന്നി ഞാൻ അർഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പഠിക്കുക. അതുപോലെ ഞാൻ സ്മാർട്ട് അല്ല, ടാലന്റ് അല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റേതായ ചില കഴിവുകളുണ്ട്, അറിയാത്ത കാര്യങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. നമ്മൾ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പറയേണ്ടത്? ബിക്കോസ് ചാലഞ്ചസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്നൊക്കെ പറയുന്നത് സക്സസ് എന്നുള്ള ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആയിട്ട് എടുക്കുക. എനിക്ക് ഒരിക്കലും മാറാൻ പറ്റത്തില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ എനിക്ക് എന്റെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാനുള്ള പവർ ഉണ്ട്, അതിനുള്ള ശക്തിയുണ്ട്, ഗ്രേസ് ഉണ്ട്, എല്ലാം എന്നെ കൊണ്ട് പറ്റും എന്ന് വിശ്വസിക്കുക. അപ്പൊ പൈസ സമ്പാദിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അല്ല, അബൻഡൻസിന് എന്റെ അടുത്തേക്ക് എഫേർട്ട്ലെസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും, ഞാൻ പ്രോസ്പെരിറ്റി അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഐ എം നോട്ട് ലവബിൾ എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെ വിചാരിക്കുന്നത് ഞാൻ പലരും എന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്, ഞാൻ വാല്യൂഡ് ആണ്, ചെറിഷ്ഡ് ആണ്, എനിക്ക് ചുറ്റും സ്നേഹമാണ്, ആൻഡ് ഞാൻ അതെല്ലാം വളരെ ഓപ്പൺ ഹാർട്ടോടെ റിസീവ് ചെയ്യുന്നു എന്ന് പറയാം. എനിക്ക് ആവശ്യത്തിന് സമയമില്ല എന്നാണ് നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫെങ്കിൽ ടൈം എനിക്ക് വേണ്ടി എക്സ്പാൻഡ് ചെയ്യും, എനിക്ക് വേണ്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമയം കണ്ടെത്തും. സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് അഫർമേഷൻസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അഫർമേഷൻസ് നമുക്ക് സിംപ്ലി ഇതുപോലെ എഴുതി ഉറക്കെ വായിക്കാം, അല്ലെങ്കിൽ നമുക്കത് എഴുതാം, അല്ലെങ്കിൽ ചെറിയ സ്റ്റിക്കി നോട്ട്സിലാക്കി അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അത് കാണാം. നിങ്ങൾ വർക്ക് പ്ലേസിലൊക്കെ നിങ്ങൾക്ക് ഫോക്കസ് കിട്ടുന്നില്ല, കോൺഫിഡൻസ് ഇല്ല, സ്ട്രെസ് ആവുന്നു, അങ്ങനെയാണെങ്കിൽ ഐ എം റിലാക്സ്ഡ്, ഐ എം കാം, ഐ ഹാവ് ഡിസിപ്ലിൻ, ഐ ഹാവ് കൺസിസ്റ്റൻസി, അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ കാര്യങ്ങളെല്ലാം എഴുതി വെക്കുക. എന്നിട്ട് എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് കോൺഫിഡൻസ് വന്നത് അപ്പോൾ ആ അഫർമേഷൻസ് വായിക്കുക. സോ നമ്മുടെ മൈൻഡാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ. സോ നമ്മൾ ചൂസ് ചെയ്യുന്ന ബിലീഫ്സ് അത് തന്നെയാണ് നമ്മുടെ റിയാലിറ്റിയെ ഷേപ്പ് ചെയ്യുക. അതുപോലെ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സിനെ നമ്മൾ ചലഞ്ച് ചെയ്യുക ആൻഡ് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് എൻ്റെ അഫർമേഷൻസ്, ഞാൻ യൂഷ്വലി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനുള്ള അഫർമേഷൻസ് ഒക്കെ അതൊരു ലിസ്റ്റ് ആക്കി ഒരു PDF ആയിട്ട് നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിന്റ് ഔട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതിയെടുത്ത് എവിടെയെങ്കിലുമൊക്കെ വെക്കാം, ഇഫ് ദാറ്റ്സ് ഹെൽപ്ഫുൾ ഫോർ യു. നിങ്ങൾക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ ChatGPT ഒക്കെ നിങ്ങളുടെ പ്രോബ്ലംസ് ബേസ് ചെയ്ത് അത് ചോദിച്ചിട്ട്, ChatGPT ഒക്കെ ആണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രോബ്ലംസ് ബേസ് ചെയ്തുള്ള അഫർമേഷൻസ് എനിക്ക് തരൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ഓപ്ഷൻസ് വരും. ഗൂഗിളിലും ഇഷ്ടംപോലെ അഫർമേഷൻസ് ഒരുപാട് പേജുകളുണ്ട്. ഇഫ് യു നീഡ് മൈ ഹെൽപ്പ് എന്നോടും ചോദിക്കാം. സോ അത്രയാണ് അഫർമേഷൻസിനെ പറ്റി. താങ്ക് യു, ബൈ.